കൊച്ചി ഉദയംപേരൂർ IOC ബോട്ട്ലിംഗ് പ്ലാന്റിൽ CITU പണിമുടക്ക്. യൂണിയൻ മാറിയ തൊഴിലാളി ജോലിക്ക് കയറിയതിലാണ് പ്രതിഷേധം. CITUവിന്റെ യൂണിയനിൽ അംഗമായിരുന്ന കരാർ തൊഴിലാളി INTUCയിൽ ചേർന്നിരുന്നു. സജോ ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, യൂണിയനൊക്കെ മാറാൻ തൊഴിലാളികൾക്ക് അവകാശമുണ്ടല്ലോ. എന്താണ് CITUവിന്റെ പ്രതിഷേധത്തിന് കാരണം? ഡോക്ടർ അരുൺകുമാർ, കൃത്യമായ തൊഴിൽ നിഷേധമാണ്. അതായത് ഈ IOC ബോട്ട്ലിംഗ് പ്ലാന്റിൽ സാധാരണഗതിയിൽ യൂണിയൻ മാറുന്നത് നടക്കുന്ന കാര്യം തന്നെയാണ്. IOC ബോട്ട്ലിംഗ് പ്ലാന്റിൽ തന്നെ നേരത്തെ തൊഴിലാളികൾ യൂണിയൻ മാറിയിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവിടെ CITU യൂണിയനിൽ അംഗമായ വിഷ്ണു ഉണ്ണി എന്ന കരാർ തൊഴിലാളി യൂണിയൻ മാറി INTUCയിൽ ചേർന്നത്. അതായത് CITUവിൻ്റെ യൂണിയനിൽ നിന്ന് രാജിവെച്ച് INTUC യൂണിയനിൽ ചേർന്നു എന്നതാണ്. അതിന് തൊട്ടു പിന്നാലെ CITU അവിടെ മിന്നൽ പണിമുടക്ക് നടത്തി. വിഷ്ണു ഉണ്ണിയെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തണം, അവിടെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കില്ല എന്നതാണ് അവരുടെ നിലപാട്. അവർ മിന്നൽ പണിമുടക്ക് നടത്തി. അവിടെ ബോട്ട്ലിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. മധ്യ കേരളത്തിലെ 4ലധികം ജില്ലകളിൽ പാചകവാതക വിതരണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ പണിമുടക്ക് വന്നാൽ ഈ വിതരണം, പാചകവാതക വിതരണം തടസ്സപ്പെടും. അങ്ങനെ പിന്നീട് വിഷ്ണു ഉണ്ണി ലേബർ കമ്മീഷനുടെ ഉത്തരവ് സമ്പാദിക്കുന്നു. അതിനുശേഷം പോലീസ് സുരക്ഷ സമ്പാദിക്കുന്നു. അങ്ങനെ INTUC പിന്തുണയോടുകൂടി വീണ്ടും ജോലിക്ക് കയറാം എന്ന നിലപാടെടുക്കുന്നു. പക്ഷേ കുറച്ച് ദിവസം മാറി നിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ 5:30 വീണ്ടും ജോലിക്ക് കയറി. ആ ഘട്ടത്തിൽ CITU മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഇതോടുകൂടി നേരത്തെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാചകവാതക ബോട്ടിലുകൾ പുറത്തേക്ക് കൊണ്ടുപോകാം എന്നതല്ലാതെ പുതിയ ബോട്ട്ലിംഗ് നടക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അവർ പറയുന്നത് ഈ തൊഴിലാളിയെ അവിടെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കില്ല. യൂണിയൻ മാറി തങ്ങളുടെ യൂണിയനിൽ അംഗമായാണ് കരാർ തൊഴിലാളിയായി ഈ ജോലി അവിടെ ലഭ്യമായത്. അതുകൊണ്ട് ഞങ്ങൾ തൊഴിൽ ചെയ്യാൻ അനുവദിക്കില്ല. അതിന് INTUC പറയുന്ന മറുപടി, അവരുടെ യൂണിയനിൽ നിന്ന് മുൻപ് ആളുകൾ മാറി CITUവിൽ ചേർന്നിട്ടുണ്ട്. കുറച്ചു കാലം മുൻപ് മണികണ്ഠൻ എന്ന തൊഴിലാളി മാറി ചേരുകയും പിന്നീട് കുറേ കാലം അവരുടെ യൂണിയനിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം തിരികെ മടങ്ങി വരികയും ചെയ്തതാണ്. തങ്ങൾ അവരുടെ തൊഴിൽ തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ഒരു തൊഴിലാളിക്ക് ന്യായമായും അയാളുടെ അഭിപ്രായം പറയാനും നേരത്തെ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് കാട്ടിയുള്ള നടപടി നേരിട്ടതിന് പിന്നാലെ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയും അതിനുശേഷം CIT വിടുകയുമാണ് ഈ തൊഴിലാളി ചെയ്തത്. പക്ഷേ ഇദ്ദേഹത്തെ അവിടെ ജോലിക്ക് എടുത്താൽ തങ്ങൾ അവിടെ തുടർച്ചയായി പണിമുടക്കും. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് CITU നിലപാടെടുക്കുന്നു. അത് എന്ത് തരം നിലപാടാണെന്ന് അറിയില്ല. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ ആണ് അയാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത്, അതുകൊണ്ട് യൂണിയൻ മാറി ജോലി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടുത്തെ മാനേജറുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, ആ ജോലി നൽകും, അതിന് തടസ്സമില്ല. ലേബർ കമ്മീഷൻ അടക്കം ഉത്തരവുണ്ട്, അതുകൊണ്ട് തടസ്സമൊന്നുമില്ല. പക്ഷേ CITU നിരന്തരമായി പണിമുടക്കും. ഇയാൾ ഇനിയും ജോലിക്ക് ഇന്നും മാത്രമല്ല ഇനിയും തുടർച്ചയായി ജോലിക്ക് വന്നാൽ ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുമെന്ന് CITU പറയുന്നത്. INTUC പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല, അയാളുടെ അവകാശമാണ്, അത് അനുവദിച്ചു കൊടുക്കണം. അക്കാര്യത്തിൽ CITUവിൻ്റെ സമരം നടത്തിയ ഒരാളുടെ തൊഴിൽ നിഷേധിക്കുക എന്നത് ശരിയല്ല എന്ന് പറയുന്നു. സാധാരണഗതിയിൽ തൊഴിലിന് വേണ്ടിയാണ് സമരം നടക്കാറ്. ഇതൊരു തൊഴിൽ നിഷേധിക്കാനാണ് ഉദയംപേരൂർ IOC ബോട്ട്ലിംഗ് പ്ലാന്റിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണ് CITUവിൻ്റെതെന്ന് പ്രേക്ഷകർക്കും ബോധ്യമായിട്ടുണ്ടാവും. സജോ ദേവസ്യ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തൊഴിലാളിക്ക് അയാളുടെ യൂണിയൻ മാറാനുള്ള അവകാശങ്ങളൊക്കെ ഇല്ലേ? നമ്മുടെ നാട്ടിൽ തൊഴിൽ നിയമങ്ങളൊക്കെയുള്ള നാടല്ലേ? അതിന് പേരിൽ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ആ യൂണിയനിൽ അയാൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ല, വേറെ യൂണിയനിൽ അയാൾ പോയി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അയാൾ പോട്ടെന്ന് വയ്ക്കണം. അതല്ലാതെ മിന്നൽ പണിമുടക്ക് നടത്തുക, അയാളെ അവിടെ ഇനിയും പണിക്കെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുക, ഇതെന്ത് തറവാട്ട് സ്വത്താ? ഒന്നുമല്ലല്ല. അത് തൊഴിലിടങ്ങളിലുള്ള ഒരു തൊഴിലാളിയുടെ അവകാശത്തെ CITU മാനിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. അയാൾ മാന്യമായി പണിയെടുക്കാൻ, മറ്റു യൂണിയനിലാണെങ്കിലും അയാൾ മാന്യമായി പണിയെടുക്കാൻ പറയുക. നിങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സംഘടനാ പ്രവർത്തനം നടത്തൂ, അയാൾ തിരിച്ചു വരും. അതല്ലാതെ മിന്നൽ പണിമുടക്കൊക്കെ നടത്തി നാട്ടുകാരെ പീഡിപ്പിക്കരുത്.